വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻ്റഗ്രേഷൻ ഇൻഡെഫിനിറ്റ് ആണ് ഇട്ടത്. ഇന്ന് ഞാൻ റിസൾട്ട് സ്ട്രെയിറ്റ് ലൈനാണ് കീവിനുള്ളത് വരുന്നത് പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനും എന്ന് പറയുന്നവരെന്ന് അറിയാമല്ലോ, എല്ലാ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കാണാൻ ശ്രമിക്കുക, പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. The coordinates of the circumcenter and orthocenter of a triangle are five, 5 and 2, 2. Five centroid. Circumcenter എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി സൈഡ്സ് അല്ലേ? ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കണം, അതേപോലെ തന്നെ ഇതിൻ്റെ ഈക്വൽ ആയിരിക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദി സൈഡ്സ്, അതാണ് സർക്കംസെന്റർ. ഓർത്തോസെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ മാത്രം മതി, അവിടെ മിഡ് പോയിന്റ് വേണ്ട. അങ്ങനെ ആൾട്ടിറ്റ്യൂഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോസെന്റർ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി perpendicular bisectors of the sides near circumcenter. Point of intersection of the altitudes is called orthocenter. Point of intersection of the medians, median or the midpoint equal. Three medians uണ്ടല്ലോ, 3 medians meet ചെയ്യുന്ന പോയിന്റ് നമുക്ക് പറയാം centroid. Point of intersection of the medians is called centroid. Altitudes is called orthocenter. Sides of the perpendicular bisectors of the sides is called circumcenter. Orthocenter, circumcenter. Orthocenter എന്താ? ഓർത്തോസെന്റർ പേര് കൊടുക്കാം, ഒന്ന് പേര് കൊടുക്കാം. ഓർത്തോസെന്റർ O dash circumcenter. Centroid divides orthocenter and circumcenter in the ratio 2:1. Centroid നമുക്ക് G G divides O dash in the ratio 2:1. Orthocenter orthocenter 2 to O dash 5, 5 ratio 2:1. നമുക്ക് സെൻട്രോയിഡ് ആണ്. നിങ്ങൾ mx2 + nx1/n + n ആ ഫോർമുല മറന്നു പോയി പിന്നെ ഇങ്ങനെ മിഡിൽ എഴുതുക, ക്രോസ് ആയിട്ട് എടുത്താൽ 2 × 5 + 1 × 2 10 + 2 divided this into this plus this into this, right? 2 into 5 plus 1 into 2 by 2 plus 1.
2 into 5 plus 1 into 2 by 2 plus 1, that is 4, 4 by 2. ഓർത്തോസെൻട്രും സർക്കംസെൻട്രും. അപ്പം അതിന് സെൻട്രോയുടെ ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യും? 2:1. X plus 3y plus 5 is equal to 0 is written in the form x cos alpha plus y sin alpha plus p is equal to 0. നമുക്ക് +1 ഇക്വേഷൻ ഡിലീറ്റഡ് ആയിരുന്നെങ്കിൽ നോർമൽ ഫോം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ പ്ലസ് പി 0 5 സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ. നമുക്ക് അതിനെ നോർമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. 3x plus 3y ഫസ്റ്റ് നോക്കി 5 റൈറ്റ് സൈഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് -5 ആണ് കിട്ടിയത് അല്ലേ? ഇവിടെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ -1 -3x plus -3y is equal to 5. Convert into normal form. This form -3x divided by root of -3 square 9 -3 square 9 9 plus 9 5 by 9 plus 9. P ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്താ? 5 by root 80 5 by 3 root 2. -3 by root 80 3 into 3 into 2 -3y by 3 root 2 5 by 3 root 2. Okay. X cos alpha plus y sin alpha is equal to p. 3 cancel. 3 cancel. Therefore, sin alpha plus cos alpha, that is equal to -1 by root 2 minus 1 by root 2, that is equal to minus root 2 minus 2 by root 2, that is equal to minus root 2. Question number 3. The perpendicular bisector of perpendicular bisector of the line segment joining P14 and Q K, 3 has y intercept 4. Possible values of y intercept -4. Possible values of k. Perpendicular bisector of line segment joining P and Q has y intercept -4. P14 Q K. Perpendicular bisector midpoint. x1 plus x2 by 2
y1 plus y2 by 2. Gradient. Slope of P2, y2 minus y1 by x2 minus x1. Slope of P2. 3 minus 4, minus 1 by k minus 1. If two lines are perpendicular, product of slopes is -1. Therefore, slope of AB, that is equal to opposite side reciprocal. Minus 1 by k minus 1. So, AB is equal to, നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആണ് നോക്കുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എഴുതുക, റെസിപ്രോക്കൽ എഴുതുക. ഇത് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ്. 1 by k minus 1 റെസിപ്രോക്കൽ എന്താണ്? k minus 1. AB passes through this point and has slope m. Point slope 4. Equation for AB നമുക്ക് എങ്ങനെ എഴുതാം? y minus y1 is equal to m into k minus 1 into x minus x1. നമുക്കിതിപ്പോൾ സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമല്ല, എം സി ക്യു തന്നെ. വൈ ഇൻ്റർസെപ്റ്റ് -4 എന്ന് പറയുന്നത് ലൈൻ പാസസ് ത്രൂ 0 minus 4. റീപ്ലേസ് എക്സ് ബൈ 0 ആൻഡ് വൈ ബൈ -4. k minus 1 into 0 minus, that is minus of k plus 1 by 2. Minus 8 minus 15. Minus k square minus 1 by root 2 cancel, minus minus cancel, k square is equal to 16. So k is equal to plus or minus 4. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ -4 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് എഴുതിയാൽ മതി. അതിൻ്റെ പ്ലസ് ഓർ മൈനസ് 4 ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഓപ്ഷൻ നമ്മൾ എഴുതുക. അല്ല +4 എന്നാലും അത് എഴുതാം. പ്ലസ് ഓർ മൈനസ് 4 വരുന്നുണ്ട്. ഓപ്ഷനിൽ നോക്കിയിട്ട് ആൻസർ. y minus y1 equals m into x minus x1. The line has y intercept 0 -2. y intercept -4 തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് ഇങ്ങനെ എടുത്തത്. x 0 y -4. y -4 x 0. ഇത് k is equal to the equation of one of the lines parallel to 4x minus 3y is equal to 5. And at a unit distance from -1 -1. The equation of one of the lines parallel to 4x minus 3y is equal to 5. ഇതിൽ പാരലായിട്ടുള്ള കുറേ ലൈൻസ് കാണും അല്ലേ, അതിൽ ഒരു ലൈൻ ഇങ്ങനത്തെ കണ്ടീഷൻ, ഇതിന് പാരലായിരിക്കണം, അതൊരു കണ്ടീഷൻ. അറ്റ് എ യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദിസ്, ഈ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? യൂണിറ്റ് മീൻസ് 1. A line parallel to ax plus by plus c is equal to 0 is, നമ്മൾ പാരലൽ ആണെങ്കിൽ ax plus by എന്നുള്ള പാർട്ട് മാറ്റില്ല, c മാറ്റിയിട്ട് നമുക്ക് k കൊടുക്കാം. നമുക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് എഴുതാം. A line parallel to ax plus by plus c is equal to 0 is ax plus by plus c മാത്രം ഒന്ന് മാറ്റി വേറൊരു കോൺസ്റ്റന്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്താ ഇക്വേഷൻ തന്നിരുന്നത്? ലൈൻ പാരലൽ ടു 4x minus 3y plus 5 is equal to 0. Sorry, minus 5.
ഈസ് നമുക്ക് എങ്ങനെ എഴുതാം 4x മൈനസ് 3y മൈനസ് 5 പകരുന്നു കെ. ഇത് പാരലൈനാണ് അല്ലേ. ഈ നമുക്ക് കിട്ടിയ ലൈനും -1 -4 കൂടെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? യൂണിറ്റ് മീൻസ് 1. ഡിസ്റ്റൻസ് ഫ്രം x1 +1 ആയത് നമ്മൾ മറന്നിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ ഫോർമുല എഴുതിയേക്കാം. ax plus by plus c is equal to 0 is absolute value of ax1 plus by1 plus c divided by root of a square plus b square. ഇവിടെ x1 y1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. -1 -4 ഇതാണ്. Distance is equal to 1. Absolute value 4 into -1. -1 -4 ആണ് point. 4 into -1 -3 into -4 plus k divided by root of 4 square plus 3 square. 1. 12 minus 4. 8 plus k is equal to root of 25 by 5. K is equal to -3. (4x minus 3) ശേഷം നമുക്ക് എങ്ങനെ എഴുതാം? 4x minus 3y kക്ക് പകരം എന്ത് എഴുതാം? -3. നമ്മൾ ഇത് +1 ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. +1 കൊടുത്താണ് നമ്മളിപ്പോൾ +1 കൊടുത്തു. നമ്മളിത് നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ ഈ ആൻസർ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ -1 കൊടുത്തിട്ട് നോക്കണം ഏതാണ് ഓപ്ഷനിലുള്ളത് ആൻസർ എഴുതുക. ഇതിപ്പോൾ ഓപ്ഷനിൽ 4x minus 3y minus 3 is equal to 0 ആണുള്ളത്. അതുകൊണ്ട് ഞാൻ -1 കൊടുത്തു. The slopes of the lines which make angle 45 degree with the line. (3x minus y -5). The slopes of the line which make ഒരു ലൈൻ ഈ തന്നിരിക്കുന്ന ലൈനുമായിട്ട് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്സ് ഏതൊക്കെ വരാം? നമുക്ക് വേണ്ട ലൈനിൻ്റെ റിക്വേർഡ് ലൈനിൻ്റെ സ്ലോപ്പ് m ആയിട്ട് അസ്യൂം ചെയ്യാം. സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ m1 is equal to m. m1 means slope of the required line, m2 the slope of this line. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് ഉണ്ടെങ്കിൽ അത് മൈനസ് എഴുതുക. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ദാറ്റ് ഈസ് മൈനസ് എഴുതിയതിന് ശേഷം കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. tan theta ഫോർമുല is the absolute value m2 minus m1 by 1 plus m1 m2 angle between two lines. m2 minus m1 by 1 plus m1. Here theta is equal to 45. Tan 45 1. m2 നമ്മൾ m1 m ആയിട്ട് എടുത്താൽ m2 3 minus m2 minus m1 by 1 plus m1 m2
tan 45 1. ആദ്യമൊക്കെ പോസിറ്റീവ് ആണ്. 3 minus m is equal to 1 plus 3m. 2 is equal to 4m. m is equal to 1 by 2. Next question. So, next part. Negative. 3 minus m by 1 plus 3m is equal to minus 1. 3 minus m is equal to minus 1 minus 3. 2m is equal to minus 4. m is equal to minus 2. m in ഏതൊക്കെ വാല്യൂ കിട്ടി? minus 2 and 1. Slopes of the line, circular line. Next question. Question number 6. If P be the length of the perpendicular from the origin to the line, whose intercepts with the axis, x coordinate and y coordinate, with the axis 1 by 3 and 1 by 2. Intercept upon, then this is x intercept A, y intercept B, then x by A plus y by B is equal to 1. So, an intercept form of the line. Here x intercept 1 by 3, y intercept 1 by 4. Equation of the line. Equation of the line is x by A, where A is equal to 1 by 3, y by B, where B is equal to 3x plus 4y is equal to 1. Origin നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ഇപ്പം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തത് അത് തന്നെ ഡയറക്റ്റ് നോക്കാം. ഡിസ്റ്റൻസ് എത്രയാണ്? P is equal to 3 into 0, 4 into 0, കളക്ട് ചെയ്യുമ്പോൾ -1 by root of 9 plus 68. P is equal to absolute value of -1. P is equal to 1 by 5. Find the equation of the line passing through the intersection of (3x minus 4y is equal to 2) and x plus 2y is equal to -4. And 0, 0. Passes through 0, 0. ഈ രണ്ട് ലൈനിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ആ രണ്ട് ലൈനും ഒരു പോയിന്റ് ഇൻ്റർസെക്റ്റ്, ആ പോയിന്റ് 0, 0യിലും കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഇത് രണ്ട് രീതി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്തിട്ട് പിന്നെ 2 പോയിന്റ് ഫോർമാറ്റ് ചെയ്യാം. അതല്ല ഇനി വേറൊരു മെത്തേഡും ഉണ്ട്. ഇത് സോൾവ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറൊരു മെത്തേഡ് 3x
minus 4y minus 2 plus some constant lambda into x plus 2y plus 4 is equal to 0. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഈക്വൽ ടു 0. ദിസ് passes through 0 0, x 0 y 0, minus 2 plus 4 lambda 0. Lambda is equal to 2 by 4 1 by 2. Passing through the intersection of two lines നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക, കോൺസ്റ്റൻറ്റ് ലെഫ്റ്റ് കൊണ്ടിടുക, പിന്നെ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് തിരിച്ച് ഈ ലാംഡയുടെ സ്ഥാനത്ത് 1 by 2 3x minus 4y minus 2 plus 1 by 2 into x plus 2y plus 4 is equal to 0. നമ്മൾ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ 3 മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ന്യൂമറേറ്റർ കൊണ്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്യുക. 6x minus 8y minus 4 plus x plus 2y plus 4 minus 4 plus 4 0. 7x minus 6y is equal to 0. Number 8. The value of k such that the lines two x minus 3y plus k is equal to 0, 3x minus 4y minus 13 0, and 8x minus 11y minus 33 is equal to 0 are concurrent. Concurrent എന്ന് പറഞ്ഞാൽ എന്താ? 2 or more lines passing through the same point. ഒറ്റ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് നമ്മൾ എന്ത് പറയുന്നത്? കൺകറൻറ്റ് ലൈൻസ്. നമ്മൾ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് കെ ഇല്ല അല്ലേ? അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഈ സോൾവ് ചെയ്ത് എക്സും വൈയും നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? കെ കിട്ടും അല്ലേ? ഫസ്റ്റ് സോൾവിങ് ദീസ് ടു ഇക്വേഷൻസ് വി ഗെറ്റ് എക്സ് ആൻഡ് വൈ. Then substituting the values of x and y in this equation we get k. Three x minus 4y is equal to 13. 8x minus 11y. Elimination method അറിയാം. നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കുകയാണ്. 8 into 3 24x, 32y, 3 into 8 24x, 33y, 99. ഇവിടെ സെയിം വന്ന സബ്ട്രാക്ഷൻ ക്യാൻസൽ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/, 144 minus 99/. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x minus 20 is equal to 20 plus 30, 33 x 11. Two x minus 3y plus k is equal to 0. നമുക്ക് കിട്ടി y 5 കിട്ടി, x 11. 7 plus k 0, k is equal to minus 7. Still number 9. A line perpendicular to the line, perpendicular to line 2x plus y is equal to 3 and passing through
1 1. Its y-intercept is done again. Line perpendicular to ax plus by plus c is equal to 0 is പാരലൽ ആണ് നമ്മൾ പറഞ്ഞല്ലോ ax plus by plus k is equal to 0. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം കോഎഫിഷ്യൻ്റ് ബി എക്സിന് കൊടുക്കുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യണം മൈനസ് ay plus k is equal to 0. bx minus ay plus k is equal to 0. ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ എങ്ങനെ വരും? 1x പ്ലസ് മൈനസ് ആവും 2y plus k is equal to 0. This line passing through 1 1 x1 y1 1 minus 2 plus k is 0. k നമുക്ക് എന്ത് കിട്ടും? So k is equal to, equation of the line is x minus 2y plus 1 is equal to 0. നമുക്ക് എന്താ കാണേണ്ടത്? y ഇൻ്റർസെപ്റ്റ് ആണ് അല്ലേ? അപ്പോൾ y ഇൻ്റർസെപ്റ്റ് ആണ് നമുക്ക് എന്ത് കൊടുത്താൽ മതി? x is equal to 0. x 0 minus 2y plus 1 0. y is equal to 1/2. Question number 10. If the points a comma a comma 2a comma a enclose a triangle of area 18 square unit find the centroid. അപ്പോൾ 3 പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിൻ്റ് വെച്ച് ഏരിയതാണ് ഹാഫ് ഇൻറ്റു ഫസ്റ്റ് 2a a 1 1 1 is equal to 18. ഇവിടെ ഏരിയ നമ്മൾ പ്ലസ് ഓർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഒക്കെ ആണെങ്കിൽ പോസിറ്റീവ് 18 നെഗറ്റീവ് 18 ഇവിടെ വേണമെങ്കിൽ എഴുതാം. ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പോസിറ്റീവ് 18 കിട്ടുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിറ്റർമിൻ്റ് വാല്യൂഷൻ എല്ലാവർക്കും അറിയാമല്ലോ. 2a ഇൻറ്റു 2a മൈനസ് എ ദാറ്റ് ഈസ് എ minus a into 0 plus 1 into a square minus 2a square 36. a square minus a square 2a square minus a square 36. A is equal to 6. So points are 2a comma a 12 comma 6 a to a 6 comma 12 a 6 comma 6. Centroid of a triangle x1 plus x2 plus x3 by 3. Centroid x1 plus x2 plus x3 by 3 y1 plus y2 plus y3 by 3. 12 plus 6 plus 6 24 by 3 6 plus 12 plus 6 8 comma 8. Next video is definite integral. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, താങ്ക് യു.